അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോർമൽ ഇ സി ജി ആര് കണ്ടുപിടിച്ചു, എങ്ങനെ കണ്ടുപിടിച്ചു, എങ്ങനെ ഈ പേര് വന്നു, പി ക്യു ആർ എസ് സി എന്ന് പറയുന്ന പേരിലേക്കുള്ള സെലക്ഷൻ എങ്ങനെ സംഭവിച്ചു, ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ ലീഡ്സിനെ പറ്റി പരിചയപ്പെടുത്തി. ഇപ്പോൾ ലീഡ്സ് 12 ലീഡ് എങ്ങനെ വന്നു എന്ന് വരെ നിങ്ങൾ പഠിച്ചു. ഇപ്പോൾ ലീഡുകളെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ വില്യം എയ്ൻതോവൻ എന്ന് പറയുന്ന വ്യക്തി 1895 ആദ്യം ആ ഒരു എയ്ൻതോവൻ ട്രയാങ്കിൾ വെച്ച് 3 ലീഡുകൾ കണ്ടെത്തി. അതേതൊക്കെയായിരുന്നു? പുതിയ ആൾക്കാർക്ക് വേണ്ടി കൂടി പറയുകയാണ്. ലീഡ് 1, ലീഡ് 2, ലീഡ് 3. അത് കഴിഞ്ഞതിന് ശേഷം കൺഫോർമേഷൻ ലീഡുകളായിട്ട് ഫോം ചെയ്ത സാധനങ്ങളാണ് റൈറ്റ് സൈഡിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി AVR, ലാറ്ററൽ സൈഡിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ AVL, ദെൻ ഫ്ലോറിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ AVF. അപ്പോൾ R എന്ന് വെച്ചാൽ റൈറ്റ്, L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്ററൽ സൈഡ്, F എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ. ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തേക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം ചെസ്റ്റ് ലീഡ്സ് എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരാണ്. V1 തൊട്ട് V8 വരെ ഉണ്ട്, V6 വരെയെങ്കിലും കൂട്ടണം. V1, V2, V3, V4, V5, V6 ഇത്രയെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം നമുക്ക് 12 ലീഡ് കിട്ടും. ആദ്യം ലീഡ് ഒന്ന് പഠിക്കണം. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവരും 1 സെക്കൻഡ് ഞാൻ തരാം, ജസ്റ്റ് ഒന്ന് ചൊല്ലി പറയുക. എന്ന് പറയുമ്പോൾ ലീഡ് 1, ലീഡ് 2, ലീഡ് 3. ഇത് എയ്ൻതോവൻ ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്ന സാധനമാണ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം കൺഫർമേഷൻ ലീഡുകളായിട്ട് വന്ന യൂണിപോളാർ ലീഡുകളാണ് AVR, AVL, AVF. പിന്നെ V1 തുടങ്ങുന്നതാണ് V1, V2, V3, V4, V5, V6. ഇത്രയും കാര്യം എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയിട്ടുണ്ടോ? കിട്ടിയെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്, അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇത് പറഞ്ഞെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേ. യെസ് സർ. ഓക്കെ. ഇനി നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ്, നമ്മൾ ECG പഠിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നു. അടുത്ത ക്ലാസ് തൊട്ട് ഞാനൊരു ഇൻസ്ട്രക്ഷൻ വെക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ മിനിമം 1-2 ECG ഉണ്ടായിരിക്കണം. ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ തിയറി പഠിച്ചേച്ച് വണ്ടി എടുത്ത് നമ്മൾ നല്ലൊരു സിറ്റി ഡ്രൈവിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ECGയെ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ECGയുടെ ക്ലാസ്സിലേക്ക് എത്തുന്ന എല്ലാവരും തന്നെ ഒരു മിനിമം ഒരു ECG എങ്കിലും കൈവച്ചേക്കണം. എങ്കിൽ മാത്രമേ അതിനെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പണ്ടല്ല, ഇപ്പോഴും ഈ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 10-100 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഈ 100 പേരോടും ECG കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഈ 100 പേരും മിനിമം ഒരു ECG വെച്ച് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവരോട് അതിനകത്ത് നോക്കി മനസ്സിലാക്കാൻ പറയും. ചിലപ്പോൾ 100 നോർമൽ ECG ആണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ടാവും. പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കിട്ടും. ഒരു ഒറ്റ ക്ലാസ്സിൽ ഒരു മണിക്കൂർ അല്ലെ 2 മണിക്കൂർ ക്ലാസ്സിൽ ഏകദേശം ചിലപ്പോൾ 100 ECG നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഡിയോളജിസ്റ്റിന് അത്ര ECG കിട്ടത്തില്ല. പിടിയിട്ടില്ലേ? അത്ര ECGകളിലൂടെ നമ്മൾ കടന്നു പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും. അവരുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ECGയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഫോബിയ അങ്ങ് ഇല്ലാതാവും. ഇത് നമുക്ക് ഇല്ലാതാക്കണം. ഓൺലൈൻ ക്ലാസ്സിന് നമുക്ക് നിങ്ങളെ വിശ്വസിക്കുകയാണ് ഞാൻ, നിങ്ങൾ ECG ആയിട്ട് എത്തും എന്നുള്ളത്. ഓക്കെ ആണല്ലോ? എവിടെയാണ് പ്രശ്നം, എവിടെയാണ് പിഴയ്ക്കുന്നത്? ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ കാര്യങ്ങൾ PQRS പഠിച്ചതിന് ശേഷം നിങ്ങൾ റിയലായിട്ടുള്ള നമ്മൾ ECGയിലേക്ക് പോകുന്ന സമയത്ത് ചില വേവ് തലതിരിഞ്ഞ് കിടക്കും, ചില വേവിന് ഹൈറ്റ് കാണത്തില്ല. QRS എന്ന് പറയുന്ന വേവിന് ഹൈറ്റ് കുറവായിരിക്കും. ഈ തലതിരിഞ്ഞ് കിടക്കുന്നതും വേവിന് ഹൈറ്റ് ഇല്ലായ്മയും നോർമലാണോ അബ്നോർമലാണോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ അറിവില്ലായ്മയാണ് നമുക്ക് വലിയ ഒരു ഫോബിയ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ 12 ലീഡുകൾ നോർമലി എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് പറയാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മുടെ പഠനത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലീഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഈ PQRS നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് ആ ഒരു ആംഗിളിൽ തന്നെയാണ് നിൽക്കുന്നത്. ദെൻ രണ്ടാമത് ലീഡ് 2വും നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ച ആ ഒരു PQRS പോലെ തന്നെയാണ് നിൽക്കുന്നത്.
ലീഡ് 3യിൽ ഈവൻ ചില ഹെൽത്തി പീപ്പിളിൽ ചില സമയത്ത് ഇവൻ തലതിരിഞ്ഞൊക്കെ നിൽക്കാറുണ്ട്. ഹെൽത്തി പീപ്പിളിലും ചില സമയത്ത് ഈ പറയുന്ന ലീഡ് 3 എങ്ങനെ നിൽക്കാറുണ്ടെന്ന് തലതിരിഞ്ഞ് നിൽക്കാറുണ്ട്. എപ്പോഴാണ് ഇത് തലതിരിഞ്ഞ് നിൽക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മൾ ഈ ലീഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിലൂടെ ഒരു കറണ്ട് കടന്നു പോകുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ കടന്നു പോകുന്ന കറണ്ട് അല്ലെങ്കിൽ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും കറണ്ട് കടന്നു പോകുന്ന ഒരേ ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് ഡിഫ്ലക്ഷൻ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ഡിഫ്ലക്ഷൻ. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കാനുണ്ട്. എന്തായാലും അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ആ എടുക്കുന്ന സമയത്ത് ഹാർട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ്മെൻറ്റ് കാണിക്കുന്നതെങ്കിൽ നോർമലി തന്നെ ചിലപ്പോൾ ഒരു തിരിവ് കാണിക്കാം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്തോണം. ഇവിടെ വളരെ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വരച്ചേക്കുന്നതെങ്കിലും ചില സമയത്ത് ഒരു ഇൻവെർട്ടഡ് സൂചിക കാണിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇൻവെർട്ടർ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ച്, ഡോക്ടർ ഇതേപോലെ ലീഡ് 3 ഇൻവെർട്ടറാണ്, എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യകതയില്ല. അത് നോർമൽ എന്ന് കാണിക്കുന്നതാണ്. അത് ഹെൽത്തി പീപ്പിളിലും കണ്ടുവരുന്നതാണ്. ഈ തിരിച്ചറിവ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേ. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? ശരി. ഇനി അടുത്തത് AVR. നോർമലായിട്ട് നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യാസമുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോണം. ദെൻ AVR. AVRനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ ECGയിൽ ഈ പറയുന്ന PQRS തല തിരിഞ്ഞേ ഇരിക്കത്തുള്ളൂ. നിങ്ങളിപ്പം ഇവിടെ ഇരിക്കുന്ന 120 പേരുണ്ട്. ഈ 120 പേരുടെ കയ്യിലും ECG ഇരിക്കുന്നുണ്ട് എന്ന് കരുതുക. ഞാൻ പറയും എടുക്കാൻ പറയും, എന്നിട്ട് AVR നോക്കാൻ പറയും. AVRൽ എല്ലാവരുടെ ECGയിലും തല തിരിഞ്ഞായിരിക്കും. നോർമലി, അബ്നോർമലി അല്ല കേട്ടോ, നോർമലി ഇരിക്കുന്നത്. എന്താ സംഭവം നിങ്ങൾക്കറിയാമോ? AVRനെ പറ്റി ഞാൻ പറഞ്ഞെന്താ? ഏത് സൈഡെന്നാ പറഞ്ഞേ? പറയൂ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നേ. റൈറ്റ് സൈഡ്. നമ്മുടെ ഹാർട്ട് എങ്ങോട്ടാണ് ഇരിക്കുന്നത്? റൈറ്റിലോട്ടാണോ ലെഫ്റ്റിലോട്ടാണോ? ലെഫ്റ്റിലോട്ടായിരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് ഈ വേവ് ക്രിയേറ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ നിന്നാണ് ഈ വേവ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്തേ നമുക്ക് നമ്മുടെ ഇടത്തെ വശം വലത്തായിട്ടും വലത്തെ വശം ഇടത്തായിട്ടും ഒരു ഫീൽ തോന്നാറുണ്ടോ? അതോ ഞാനിപ്പോൾ പറഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നേ? ശടാ, നമ്മുടെ സ്വന്തം കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ ഇടത്തെ വശം വലത്തും വലത്തെ വശം ഇടത്തായിട്ടും തോന്നാറില്ലേ? ഇതേപോലെ ഇടത്തോട്ട് നിൽക്കുന്ന ഹാർട്ടിന്റെ പിക്ചർ വലത്തെ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡീവിയേഷൻ ഇത്രയെങ്കിലും ഒന്ന് ഓർക്കാവോ? അപ്പം നോർമലി തന്നെ എല്ലാ ECG സ്ട്രിപ്പുകളിലും AVR തല തിരിഞ്ഞേ ഇരിക്കത്തുള്ളൂ. ഇനി സപ്പോസ് AVR തല തിരിഞ്ഞല്ല നേരെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ അബ്നോർമൽ കണ്ടീഷൻ. ആ കണ്ടീഷന് നമ്മളൊരു പേര് പറയും, ഡെസ്ട്രോകാർഡിയ. പറഞ്ഞു, ഡെസ്ട്രോകാർഡിയ. എന്താ ഈ ഡെസ്ട്രോകാർഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹാർട്ട് ഇടത്തോട്ടിരിക്കേണ്ടതിന് പകരം ഇവനിൽ ഹാർട്ട് വലത്തോട്ട് നിൽക്കുകയാണെന്ന്. നമ്മുടെ ഹാർട്ടൊക്കെ ഇടത്തോട്ടിരിക്കേണ്ടതിന് പകരം വലത്തോട്ടിരുന്ന അത് നമുക്ക് നോർമലാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ സിറ്റുവേഷൻ ഇപ്പോൾ ആ ഒറ്റ ലീഡിൽ നിന്ന് ഒരു ഡയഗ്നോസിസ് കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും പഠിച്ചോ? യെസ്, എനിക്കതാ വേണ്ട. ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് വേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ പുതിയതായിട്ടൊരു കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ടാവണം. ശരി, അപ്പോൾ ഡെസ്ട്രോകാർഡിയ എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ AVRൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, ലീഡ് 3യിൽ ചില സമയത്ത് തലതിരിഞ്ഞിരിക്കാം, ചില സമയത്ത് സംടൈംസ് എന്നാ പറഞ്ഞത്. പക്ഷേ AVRൽ സംടൈംസ് ഒന്നുമല്ല, ഓൾവേസ് അത് തലതിരിഞ്ഞേ ഇരിക്കത്തുള്ളൂ. ഇപ്പം ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി അടുത്തത് AVLലേക്ക് പോവുകയാണ്. AVLൽ വേറെ ഒരു ഭയവും വേണ്ട കേട്ടോ. PQRS നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അങ്ങനെ പോസിറ്റീവ് ഡിഫ്ലക്ഷൻ തന്നെയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ AVFലും
യാതൊരു മാറ്റവുമില്ല. PQRS നമ്മൾ പഠിച്ചതുപോലെ തന്നെ പോസിറ്റീവായിട്ട് മുകളിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഈ 6 ലീഡ് എല്ലാവരും പഠിച്ചോ? പഠിച്ചെങ്കിലേ നമുക്കൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റൂ. പഠിച്ചു പറഞ്ഞോ. സർ. പഠിച്ചു. Yes. ഇനി അടുത്തതിലേക്ക് കിടക്കാമല്ലോ. അടുത്തത് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ കൈ പിടിച്ച് നമ്മൾ ഹരീശ്രീ എഴുതിക്കത്തില്ലേ, അതേപോലെ വരപ്പിക്കുന്ന ഒരു സാധനമാണ്. എല്ലാവരും കഴിയുന്നവർ, ചിലരൊക്കെ എന്നോട് പറഞ്ഞു ഡ്യൂട്ടിയിലൊക്കെ ഇരുന്ന സാറൊക്കെ കേൾക്കുന്നത്, അതുകൊണ്ട് പേപ്പറും പേനയൊന്നും എടുക്കാൻ പറ്റാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അറിയാം, അതുകൊണ്ട് ഞാൻ അവരെ നിർബന്ധിക്കുന്നില്ല. എങ്കിലും കഴിയുമെങ്കിലും ഒന്ന് വരച്ച് നോക്കണം. ഈ V1 തൊട്ട് V6 വരെയുള്ള ലീഡുകളിൽ നിങ്ങൾ ഈ ആർ വേവ് കണ്ടോ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഈ ആർ വേവ് കണ്ടോ? ഈ ആർ വേവിൻ്റെ ഹൈറ്റ് ഗ്രാജ്വലി കൂടിക്കൂടി വരികയാണ്. V1 ആർ വേവ് തീരെ കുഞ്ഞായിരിക്കും. ഇതിനകത്ത് ഞാൻ കാണാൻ വേണ്ടി എത്രയെങ്കിലും കാണിച്ചേക്കുന്നത്, ഇത്രയും പോലും ഹൈറ്റ് കിട്ടത്തില്ല സാധാരണ. അത് കഴിഞ്ഞേച്ച് ഒരു കുട്ടി 1 വയസ്സിൽ നിന്ന് 2 വയസ്സിലേക്ക് പോകുമ്പോൾ ഹൈറ്റ് എങ്ങനെയാണോ കൂടുന്നത്, അതേപോലെ ആർ വേവിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂടും. V3 ആകുമ്പോഴത്തേക്ക് ആർ വേവിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂടും. അവിടെ എന്താ സംഭവിക്കുന്നത്? ആർ വേവിൻ്റെ ഹൈറ്റും എസ് വേവിൻ്റെ ഹൈറ്റും നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരേപോലെ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീല് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നോർമലാ പറയുന്നത്, അബ്നോർമൽ അല്ല. V1 എന്ന് പറയുന്ന ലീഡിൽ ആർ വേവിൻ്റെ ഹൈറ്റ് കുറവായിരിക്കും. V2 ഒരു ഇത്തിരിയും കൂടെ കൂടും. ഒരു കുട്ടിക്ക് 3 വയസ്സാകുമ്പോൾ ഹൈറ്റ് കൂടുന്ന കൂട്ട് ആർ വേവിൻ്റെ ഹൈറ്റ് വീണ്ടും കൂടും. V3 V4 ആർ വേവിൻ്റെ ഹൈറ്റ് ഏകദേശം നോർമലൈസ് ചെയ്യപ്പെടുകയാണ്. V5 എത്തുമ്പോൾ നമ്മൾ പഠിച്ച PQRSC എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തും. ദെൻ V6 നോർമൽ. എന്ത് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കി എന്നാണ് എനിക്കറിയേണ്ടത്. നിങ്ങളൊരു വരയ്ക്കാൻ പറ്റുന്നവരൊന്ന് വരച്ച് നോക്കുക. നമ്മൾ P വരച്ചു, Q വരച്ചു, പക്ഷേ 6 വരയ്ക്കുമ്പോൾ ഹൈറ്റ് വളരെ കുറവാണ്. പക്ഷേ എസ് വേവിന് വളരെ ഹൈറ്റ് കൂടുതലാണ്. ഈ രീതിയിലാണ് നമ്മൾ V1 സംബന്ധിച്ച് നോക്കുമ്പോൾ PQRSC നോർമലായിട്ട് വരയ്ക്കേണ്ടത്. ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയെങ്കിലേ നമുക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കാൻ പറ്റും. ക്ലിയർ Yes, ആണ് sir. സർ. ആർ വേവിൻ്റെ ഹൈറ്റ് ഗ്രാജ്വലി കൂടി വരും. V1 കൂടുതലായിരിക്കും V2. V2 നിന്ന് അടുത്ത V3 എത്തുമ്പോൾ വീണ്ടും കൂടും. V4 എത്തുമ്പോഴത്തേക്ക് വീണ്ടും കൂടും. V5 എത്തുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ നേരത്തെ കണ്ട PQRSCയുടെ ലെവലിലേക്ക് ഹൈറ്റ് എത്തും. V6 അതേ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഈ 12 ലീഡിനകത്ത് നോർമൽ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു. എന്തൊക്കെ കാണിച്ചു? PQRSC എന്ന് പറയുന്നത് ലീഡ് 1, ലീഡ് 2 അപ്വേഡ് തന്നെയാണ്. പക്ഷേ ലീഡ് 3 സംടൈംസ് ഇത് തല തിരിഞ്ഞിരുന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഹെൽത്തി പീപ്പിളിലും ഇത് നോർമൽ തന്നെയായിട്ട് കൺസിഡർ ചെയ്യണം. അതേസമയം AVR തല തിരിഞ്ഞേ ഇരിക്കത്തുള്ളൂ. നേരെ ഇരുന്നാൽ ഒരു ഡയഗ്നോസിസ് ഉണ്ട്, ഡെസ്ട്രോകാർഡിയ. AVL പോസിറ്റീവ് ഡിഫ്ലക്ഷനാണ്, AVF പോസിറ്റീവ് ഡിഫ്ലക്ഷനാണ്. അതേസമയം V1 തൊട്ട് V5 വരെയുള്ള, V6 എന്ന് വരെ പറയാം, V6 വരെയുള്ള ലീഡുകളിൽ ആർ വേവിൻ്റെ ഹൈറ്റ് ഗ്രാജ്വലി കൂടി വരുന്നതായിട്ട് കാണാം. അതിനേക്കാൾ കൂടി, വീണ്ടും കൂടി, വീണ്ടും കൂടി അതിൻ്റെ ഏറ്റവും പീക്കിലേക്ക് എത്തിച്ചേർന്നു. ഇത്രയും കാര്യം പിടികിട്ടിയോ? ഇനിയാണ് Yes, sir. നമ്മൾ, ഇനി ഞാൻ നിങ്ങളെ ഒരു 3-4 നോർമൽ ECG കാണിക്കും. അത് കഴിഞ്ഞ് അത്രയും ഒന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അബ്നോർമൽ എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി പോകാൻ പറ്റത്തുള്ളൂ. പിടികിട്ടിയോ? നിങ്ങൾ റെഡിയാണോ? ഇതുവരെയുള്ള കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ പാഠം എല്ലാവരും ഉൾക്കൊണ്ടോ? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ കാര്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ കാര്യമല്ല. നമ്മൾ ഈ എൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരു സെമ്മിൻ്റെ തുടക്കത്തിലുള്ളവരല്ല, അതിൻ്റെ ഒടുക്കത്തുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ 8th സെമ്മിൽ നിൽക്കുന്ന ആൾക്കാർ, 7th സെമ്മിലിരിക്കുന്ന ആൾക്കാർ, അതും കഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. ഇവരൊന്നും ECG ഇത്രയും കാലം കാണാത്തവരല്ല.
പക്ഷെ കണ്ടതിനെ നമ്മൾ വേറൊരു ആംഗിളിലേക്ക് മാറ്റി പഠിപ്പിക്കുകയാണ്. ഇതുവരെ കണ്ടിട്ട് നമുക്ക് ഇ സി ജി ഒന്നും റീഡ് ചെയ്യാൻ പറ്റാത്ത, ഇ സി ജിയിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാത്ത ലെവലിൽ നിന്ന് നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന ലെവലിലേക്ക് പോവുകയാണ്. അതിന് ആദ്യം പഠിക്കേണ്ടത് നോർമൽ എന്താണെന്നാ. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം നിങ്ങൾ കണ്ണുടച്ച് ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ ലീഡുകളിൽ നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം. ലീഡ് 3 ചില സമയത്ത് തലതിരിഞ്ഞിരിക്കാം. പക്ഷേ AVR എപ്പോഴും തലതിരിഞ്ഞേ ഇരിക്കത്തുള്ളൂ. പിന്നെ പോകേണ്ടത് V1 തൊട്ടുള്ള ലീഡുകളിലാണ്. V1, V2, V3, V4, V5, V6. ഇവിടെ ഇത്രയും ആർ വേവിൻ്റെ ഹൈറ്റ് ഗ്രാജ്വലി കൂടി വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഈ ആർ വേവിൻ്റെ ഹൈറ്റ് കൂടി വരുന്നത് ഒന്നുകൂടി കാണിച്ചു തരികയാണ്. അതിൻ്റെ മോർഫോളജി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഹൈറ്റ് കുറവാണ്, കുറച്ചുകൂടെ കൂടി ഞാൻ പറഞ്ഞു ഏകദേശം ഈക്വലായിട്ട് നിൽക്കും. ആറും എസും ഏകദേശം ഈക്വലായിട്ട് നിൽക്കുന്ന കൂട്ട് തോന്നും. കുറച്ചുകൂടെ കൂടി അതിൻ്റെ സൂപ്പർ ഹൈറ്റിലേക്ക് എത്തി. നേരത്തെ എത്രയായിരുന്നോ ഹൈറ്റ്, ആ ലെവലിലേക്ക് എത്തി. ക്ലിയർ ആണോ? ക്ലിയർ ആയെങ്കിൽ ക്ലിയർ എന്നങ്ങ് പറഞ്ഞു, ഒന്നും സംഭവിക്കത്തില്ല. യെസ്, ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇ സി ജി കൊണ്ടുവരാൻ ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെ നിർബന്ധം പിടിക്കുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് നോർമൽ ഇ സി ജി കാണിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ ലീഡുകൾ ഏതൊക്കെയായിരിക്കും. ലീഡ് 3, AVR, V1 to V6. യെസ്, നോക്കാം. നോക്കിക്കോളൂ. ആദ്യമായിട്ട് നമുക്ക് ലീഡ് 1, ലീഡ് 2, ലീഡ് 3. 3യിൽ ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ ഉണ്ട്, നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ലീഡ് 3യിലേക്ക് നമ്മൾ പോയി. നമ്മൾ ഉദ്ദേശിച്ച അത്ര ഒരു പോസിറ്റീവ് ഡിഫ്ലക്ഷൻ അവിടെ കാണുന്നില്ല. പക്ഷെ അത് നോർമലാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നോർമലാണ്. AVRലേക്ക് എല്ലാവരും ഒന്ന് എത്തിയോ? PQRS എങ്ങനെ നിൽക്കുന്നേ? ഇൻവേർട്ടഡ്. എന്തുവാ ഹെഡിങ്, എന്തുവാ, നോർമലോ അബ്നോർമലോ? നോർമൽ. അപ്പോൾ അത് നോർമലാണോ? നോർമൽ. ശരി. ഇനി V1ലേക്ക് വരൂ. AVL ഒരു ചേഞ്ചും ഇല്ല, AVFൽ കാര്യമായ ചേഞ്ച് ഒന്നുമില്ല. ദെൻ V1ലേക്ക് വരൂ. ആർ വേവ് എങ്ങനെ നിൽക്കുന്നു? ഹൈറ്റ് ഞാൻ അവിടെ കാണിച്ചത്രേ പോലും ഇല്ല, പൊട്ടുപോലെ ഉള്ളൂ. അടുത്തതാകുമ്പോഴത്തേക്കോ കുറച്ചുകൂടെ കയറി. V3യിലേക്ക് വരുമ്പോഴോ കുറച്ചുകൂടെ കയറി. V4ലേക്ക് വരുമ്പോഴോ കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് എത്തി. V5ലേക്ക് എത്തുമ്പോൾ ഏകദേശം സൂപ്പർ ഹൈറ്റിലേക്ക് എത്തി. എനിവേ ഇതൊക്കെ കൃത്യമായിട്ട് പേഷ്യൻ്റ് ഇ സി ജി എടുത്തേക്കുന്ന. അപ്പോൾ നമ്മൾ ആ പഠിച്ച തിയറി എങ്ങനെ നമ്മൾ എടുത്ത പ്രാക്ടിക്കൽ ഇ സി ജിയിൽ വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ക്ലിയർ ആയോ? ഇനി ഇ സി ജിക്കകത്തൊരു ഭയം ഉണ്ടോ? ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇവിടെ നിർത്തുന്നില്ല, നമ്മളൊരു 3-4 ഇ സി ജി ഇപ്പോൾ കണ്ട് ഉറപ്പിക്കും. നമ്മൾ പഠിക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റം കണ്ടേ നമ്മൾ നിർത്തൂ. ഇതൊരു നോർമൽ 12 ലീഡ് ഇ സി ജി ആണ്. ഓക്കെ, ഞാൻ പറയുന്ന ലീഡുകളിലൂടെ നിങ്ങളുടെ കണ്ണ് പോകണം. ഒന്ന് ലീഡ് 1, കുഴപ്പമൊന്നുമില്ലല്ലോ. ലീഡ് 2 ഒരു കുഴപ്പമില്ല. ലീഡ് 3യും ഒരു കുഴപ്പമില്ല. AVRലൊന്ന് വന്നൊന്ന് നിൽക്കണേ എല്ലാവരും. എന്താ പ്രശ്നം? തല തിരിഞ്ഞിരിക്കുകയാണ്. ചികിത്സിക്കണോ? വേണ്ട. ഇനി പോരെ. AVLും അതേപോലെ തന്നെ, AVFും അതേപോലെ തന്നെ. V1ലേക്ക് പോരെ. എങ്ങനെയുണ്ട് V1? ഹൈറ്റ് കുറവോ കൂടുതലോ? ആർ വേവിന് ഹൈറ്റ് കുറവാണ്. ദെൻ
ആർ വേവിന് ഹൈറ്റ് കൂടി വരുന്നുണ്ട്. ഇവിടെ ദാണ്ട് അത് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. മുകളിലത്തെയും താഴത്തെയും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ദെൻ പിന്നെയും ഹൈറ്റ് കൂടി വന്നു. പിന്നെ ഏകദേശം നോർമൽ ഇ സി ജിയിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ ആർ വേവിനെ തന്നെ നോക്കുമ്പോൾ നമുക്കിവിടെ ഓവർലാപ്പിംഗ് വരുന്നതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ ഇ സി ജി ആണ്. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. എങ്കിലും നമുക്കിവിടെ കാണാം. ആദ്യം V1 ആർ വേവിന് ഹൈറ്റ് കുറവാണ്. ദെൻ ആർ വേവിൻ്റെ ഹൈറ്റ് കൂടി, വീണ്ടും കൂടി, വീണ്ടും കൂടി, ഏകദേശം V5 ഒക്കെ ആവും. V5ഉം V6ഉം ഒക്കെ ആകുമ്പോഴത്തേക്ക് നോർമൽ ലെവലിലേക്ക് എത്തി. ഇത്രയും കാര്യം പിടികിട്ടിയോ എല്ലാവർക്കും? Yes, sir. ശരി, Yes, sir. ഓക്കെ. അടുത്തിലേക്ക് പോകാം. അടുത്ത ഒരു നോർമൽ ഇ സി ജി. ഞാൻ എടുക്കുന്ന ഇ സി ജിക്കൊക്കെ ഒരു ഓവർലാപ്പിംഗ് വരും. എങ്കിലും നോക്കിക്കോളാം. ലീഡ് 1, ലീഡ് 2, ലീഡ് 3. ഒരു പ്രശ്നവുമില്ലല്ലോ. നമ്മൾ പഠിച്ചത് തന്നെ. AVR ഒന്ന് വന്നേ. എന്താ കാണുന്നേ? ഇൻവെർട്ടഡ് നോർമലാണ്. ദെൻ AVL വരിക. കുഴപ്പമൊന്നുമില്ല. AVF നോക്കുക. പഠിച്ച കാര്യം തന്നെ. ഇനി ഇവിടെ വന്ന് V1 നിർത്തിയേ. V1 വരുമ്പോൾ ഹൈറ്റ് ആർ വേവിന് കുറവാണ്. അടുത്തയാകുമ്പോഴത്തെ ആർ വേവിന് കുറച്ചുകൂടെ കൂടി. അടുത്താകുമ്പോൾ ആർ വേവിന് കുറച്ചുകൂടെ കൂടി. ദെൻ V4 കുറച്ചുകൂടെ കൂടി. V5 ആകുമ്പോൾ വളരെ കൃത്യമായിട്ടും വിസിബിളായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഏകദേശം നമ്മൾ ഇവിടെ എന്താണോ കണ്ടത് അതിന് തുല്യമായ രീതിയിൽ കാണുന്നു. ദെൻ V5ലും V6ലും അത് കാണാം. ഇപ്പം നോർമൽ ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? നോർമൽ 12 ലീഡ് ഇ സി ജി. അപ്പം നോർമൽ 12 ലീഡ് ഇ സി ജി കാണാനുള്ള ഭയം എല്ലാവർക്കും മാറി കിട്ടിയോ? യെസ്. ദാ അടുത്ത ഒരു ഇ സി ജി. ഏതൊക്കെ ലീഡുകളിലേക്ക് നിങ്ങളുടെ കണ്ണു പോകും? ചെറിയ വ്യത്യാസങ്ങൾ കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ആ ലീഡ് 3യെ പറ്റി എന്തോ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്തുവായിരുന്നു? Healthy people inverted ചില സംടൈംസ്. എന്താ പറഞ്ഞേ? സംടൈംസോ ഓൾവേസോ? sometimes. ആ, സംടൈംസ് ഇൻവെർട്ടർ ആവാം എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ധൃതി കാണിക്കണോ അല്ലെ വെപ്രാളം പിടിക്കണോ? വേണ്ട. ദെൻ AVR വരൂ. തല തിരിഞ്ഞാണോ ഇരിക്കുന്നത്? തല തിരിഞ്ഞായിരിക്കുന്നത്. നോർമലാണ്. ദെൻ ഇവിടെയും കുഴപ്പമില്ല. AVLലും കുഴപ്പമില്ല, AVFലും കുഴപ്പമില്ല. ദെൻ V1 വരുമ്പോൾ ആർ വേവിന് ഹൈറ്റ് വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല, കുറവാണ്. ദെൻ ഗ്രാജുവലി കൂടി കൂടി വരുന്നു. V3, V4, V5 ആകുമ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ ഇ സി ജി തിരിച്ചു കിട്ടുന്നു. PQRS തിരിച്ചു കിട്ടുന്നു. V6ലും അത് തിരിച്ചു കിട്ടുന്നു. അവിടെ നമ്മൾ കാണുന്നത് ഹെഡിങ് വളരെ കറക്റ്റാണ്. നോർമൽ ഇ സി ജി. ഒരു ഇമേജ് കൂടി കാണിച്ച് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നോർമൽ 12 ലീഡ് ഇ സി ജി നോക്കാം. ലീഡ് 1 നമ്മൾ പഠിച്ചത് തന്നെ. ലീഡ് 2 പോസിറ്റീവ് ഡിഫ്ലക്ഷൻ. ലീഡ് 3 നെഗറ്റീവ് ഡിഫ്ലക്ഷനാണ് കാണിക്കുന്നത്. സംടൈംസ് അങ്ങനെ കാണിക്കാം ഇൻ ഹെൽത്തി പീപ്പിൾ. AVRലെ തലതിരിവാണ് കാണിക്കുന്നത്. നോർമലാണ്. AVL ഓക്കെയാണ്. AVF ഓക്കെയാണ്. ഇനി വീണ്ടും V1 തൊട്ടുള്ള ലീഡുകളിലേക്ക് പോകുന്നു. V1 ഹൈറ്റ് കുറവാണ്. V2 വരുമ്പോൾ ഹൈറ്റ് കൂടുതലാണ്. ദെൻ V3 വരുമ്പോൾ വീണ്ടും കൂടുന്നു. V4 വരുമ്പോൾ വീണ്ടും കൂടുന്നു. ദെൻ V5 ആകുമ്പോൾ നമ്മുടെ ഇ സി ജി തിരിച്ചു കിട്ടുന്നു. V6 നമ്മുടെ നോർമൽ ഇ സി ജി തിരിച്ചു കിട്ടുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇ സി ജി ഈ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നൊരു 120, 110 പേരോളം ഉണ്ട്. ഈ ക്ലാസ്സിലിരുന്ന 110 പേർക്ക് ഇനി ഒരു ഇ സി ജി കണ്ട വേറെ ഡയഗ്നോസിസ് ഒന്നും നടത്തണ്ട. അത് നോർമലാണോ അബ്നോർമലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇതേപോലെ ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചാലോ. നമ്മുടെ എക്സ്റേ,
നമ്മുടെ CT സ്കാൻ, നമ്മുടെ അൾട്രാസൗണ്ട്, നമ്മുടെ MRI സ്കാൻ, നമ്മുടെ PT സ്കാൻ, ഇതെല്ലാം ഇമേജിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്കൊരു ഐഡിയ, കൂടുതലൊന്നും വേണ്ട. ഞാൻ കൂടുതൽ അങ്ങേയറ്റം ആ, ഒരു എന്താ പറയുക, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി HOD എങ്ങനെയൊക്കെ കാര്യങ്ങൾ വിലയിരുത്തുന്ന ആ രീതിയിലൊന്നും നമ്മൾ പഠിക്കത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഒരു പാവപ്പെട്ടവൻ ഒരു റിപ്പോർട്ടുമായിട്ട് വന്നാൽ അതിൻ്റെ ഫിലിം നോക്കിയിട്ട് ഒരു ബേസിക് കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങേയറ്റം വരെ ഇതെന്താണെന്ന് പഠിക്കാൻ നമ്മളൊരു കാർഡിയോളജിസ്റ്റോ ന്യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഹയർ സ്പെഷ്യാലിറ്റി ആൾക്കാരൊന്നുമല്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഒരു EEG, എന്താ EEG എന്ന് വെച്ചാൽ? ഇലക്ട്രോ എൻസെഫലോഗ്രാം. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ഞാൻ EEG വരെ പ്രാഥമികമായിട്ട് പ്രൈമറി ആയിട്ട് റീഡ് ചെയ്യുന്ന ലെവലിൽ പഠിപ്പിക്കും. ഇലക്ട്രോ എൻസെഫലോഗ്രാം എപ്പോഴാണ് എടുക്കുന്നത്? എപ്പോഴാണ് എടുക്കുന്നത്? ടീച്ചർ വരും. സീഷർ വരുന്ന സമയത്ത്. EEG നോക്കിയതിന് ശേഷം ഇവന് റൈറ്റ് സൈഡിലെ പറൈറ്റൽ ലോബിലാണ് ഇതിൻ്റെ സീഷർ ഫോക്കെ ഇരിക്കുന്നതെന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. മനസ്സിലായോ? ഒരു EEGയുടെ ഗ്രാഫ് Yes, മാത്രം sir. കണ്ടിട്ട്. അതാണ് നമ്മുടെ പഠനം. അതാവണം, എങ്കിലേ നമുക്ക് പ്രാക്ടിക്കൽ സ്കില്ല് കൂടത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വളരെ 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 ഇൻട്രസ്റ്റ് ഈ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് വരും. നമ്മൾ ഈ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറി കടന്ന് കുറേ മുകളിലോട്ട് പോകും. നോളജ് ഉള്ളവൻ അംഗീകരിക്കപ്പെടും എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തും. പഠിക്കാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് പോരെ, നമുക്ക് ശരിയാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഷോർട്ട് സെക്ഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് മനസ്സിലായല്ലോ? Yes, sir. തീർച്ചയായിട്ടും. ഓക്കെ സാർ ഓക്കെ ഒരു ഡൗട്ട് ഓക്കെ ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. സാറെ ഫസ്റ്റ് ഗ്രാഫ് കാണിച്ചില്ലേ ECGന്റെ, അതൊന്ന് എടുക്കാവോ സാറേ? നോർമൽ ECG. ആ, ECG ഗ്രാഫ് കാണിച്ചില്ലേ ഒരു എക്സാമ്പിൾ ആയിട്ട്? ഈ ഗ്രാഫാണ്. നെക്സ്റ്റ് ആ ആദ്യത്തെ ഗ്രാഫ്. സാർ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചില്ലേ ആ കുറെ ഇതല്ലേ, നോർമൽ ഗ്രാഫ്? ഇതല്ലേ? ആ, ഇതാണ് സാറേ. ആ ഇതിൽ V1 T വേവ് ഇൻവേർട്ടഡ് ആയിട്ടല്ലേ ഉള്ളത്? PQRST ആ അല്ല, എൻ്റെ V1 കയ്യിലും ഒരു ആ ഒരു ECG ഞാൻ എടുത്തു വെച്ചായിരുന്നു. അതിലും P വേവും T വേവും ഇൻവേർട്ടഡ് ആയിട്ടാണ് V1 കാണുന്നത്. അത് നോർമൽ ആണോ? V1 നമുക്ക് ഈ ECG ആയിട്ട് ബന്ധപ്പെട്ടേ ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ട്. ഉണ്ടായിരുന്നില്ല, പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ റെക്കോർഡ് സെക്ഷൻ യൂട്യൂബ് കയറി കണ്ടായിരുന്നു. യൂട്യൂബിൽ അല്ല, ഇന്നലത്തെ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായില്ല. ഇന്നലത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇന്നലെ ഞാൻ ഇവരോട് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എന്തുകൊണ്ട് 12 ECG വന്നു? അതിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മൊബൈൽ എടുക്കണം. ഇപ്പോൾ ഈ പറയുന്ന ആളുടെ പേരെന്താ? അദ്വൈത്. അപ്പോൾ അദ്വൈതിൻ്റെ മൊബൈൽ ഇന്നലെ മേടിച്ച iPhone വിൽക്കാൻ വെക്കുകയാണ്. ഞാനാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഉം. അപ്പം അദ്വൈതിൻ്റെ മൊബൈലിൻ്റെ പിക്ചർ അയക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്വൈത് എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ ഫ്രണ്ട് അയച്ചു, ബാക്ക് അയച്ചു, രണ്ട് സൈഡ് റൈറ്റും ലെഫ്റ്റും അയച്ചു, മുകൾ വശം അയച്ചു, താഴെ വശം അയച്ചു. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ആ, താഴെ വശം അയച്ചപ്പോൾ എനിക്ക് ആ മുകൾ വശത്ത് അയച്ചതിനകത്ത് ഒരു സ്ക്രാച്ച് ഫീൽ ചെയ്തു. അപ്പം ഞാൻ ഉം. അദ്വൈതിനോട് പറഞ്ഞു, അദ്വൈത് ഒരു കാര്യം ചെയ്യ്, ഇപ്പം അയച്ച ഇമേജിൻ്റെ എല്ലാം വേറൊരു ആംഗിളിൽ ഒരു റിപ്പീറ്റ് ഇമേജ് കൂടി അയക്കാൻ പറഞ്ഞു. ആ, അങ്ങനെ റിപ്പീറ്റ് ഇമേജ് അയക്കുമ്പോൾ 6 ഇമേജ് അയച്ചത് 12 ആയി. ആയോ? ആ, ഓക്കെ. അപ്പോൾ ആ 12 ഇമേജ് വന്നപ്പോൾ ആ സ്ക്രാച്ച് ഉള്ള ആ ഒരു ഇമേജ് ഞാൻ എടുത്ത് വീണ്ടും സൂം ചെയ്ത് നോക്കി. അപ്പോൾ അതിനകത്തും ആ, സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ ആ, എനിക്ക് ഉണ്ട്. കൺഫേം ആയി നിങ്ങളുടെ ഫോൺ താഴെ വീണിട്ടുണ്ട്. ക്ലിയർ ആണോ? ആ, ക്ലിയർ ആണ്. ഇവിടെ V1 ലീഡിൽ ഒരു ഇൻവേർഷൻ വന്നിട്ടുണ്ട്, കറക്റ്റാണ്. പക്ഷേ മറ്റ് ഏതെങ്കിലും ലീഡിൽ AVR ഒഴിച്ച് നമുക്ക് ആ ഒരു ഇൻവേർഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സോ ദാറ്റ് ഈസ് നോട്ട് കൺഫേംഡ്.
ഉം. സ്ക്രാച്ച് പോലെ ഫീൽ ചെയ്തതാണ്. ഇത്തരത്തിൽ ഇ സി ജി എടുക്കുന്ന സമയത്ത് എറർ സംഭവിക്കാം. അതിനെ നമ്മൾ പറയുന്ന പേര് ആർട്ടിഫാക്റ്റ് എന്നാണ്. പേഷ്യൻ്റ് കുലുങ്ങും, അല്ലെങ്കിൽ പേഷ്യൻ്റ് തിരിയും, അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ലീഡിൻ്റെ പൊസിഷൻ മാറും, അല്ലെങ്കിൽ അത് അവിടുന്ന് തെന്നി മാറും. ക്ലിയർ ആയപ്പോൾ? ഓക്കെ സർ. ആ ക്ലിയർ ആയി സർ. ഇതിനപ്പുറം ഒരു എക്സ്പ്ലനേഷൻ അതിനില്ല. ഓക്കെ താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു ശരി, സർ. വീണ്ടും നിങ്ങൾക്ക് ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ Thank you, sir. രജിസ്ട്രേഷന് വേണ്ടി നമ്മുടെ 9562929930 നമ്പറിലേക്ക് ബന്ധപ്പെടാം. താങ്ക് യു.